വയനാടിനായി കൈകോർക്കാൻ കതിരൂർ ഗ്രാമപഞ്ചായത്തും വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും വായനശാലകളും സ്വരൂപിച്ച ദുരിതാശ്വാസ ഫണ്ട് നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ അധ്യക്ഷനായി. വിജ്ഞാനധാരി വായനശാല CH സ്മാരക വായനശാല പുല്യോട് ചോയാടം AKG ക്ലബ്ബ് വേദിയിൽ വെച്ച് ഫണ്ട് കൈമാറുന്നു. കാട്ടിൽ അടൂട മണപ്പുര കുണ്ടുചിറ 10,000 രൂപ സ്പീക്കർക്ക് ഫണ്ട് കൈമാറുന്നു. സ്ത്രീ കമ്മിറ്റി ഫണ്ട് കൈമാറുന്നു. LPU സ്കൂൾ വേറ്റുമൽ 1000 രൂപ സ്പീക്കർക്ക് കൈമാറുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10,000 രൂപ കൈമാറുന്നു. ജോർജ 30,000 രൂപ ഫണ്ട് കൈമാറുന്നു. പാനൂർ ബ്ലോക്ക് ശ്രീ ശശിധരൻ റിട്ടയർഡ് RDO ഒരുതരം നിസ്സംഗത നിർജീവത ഇംഗ്ലീഷിലെ വാക്ക് ഇക്വാനിറ്റി എന്ന വാക്കിനർത്ഥം നിസ്സംഗത നിർജീവത. എല്ലാവരെയും കുളിച്ചിങ്ങനെ നോക്കുക. ആദ്യ ക്യാമ്പ് മുതൽ അവസാന ക്യാമ്പ് വരെയും ആശുപത്രിയിൽ പോയപ്പോൾ കണ്ട ഒരേ രംഗം. ഒരാൾ കരയിൽ നമുക്കൊരു പ്രയാസം തോന്നുന്നത്, ഒരു കരയിൽ നമുക്കൊരു അവരുടെ പ്രതികരണം ഇത് കരച്ചിലാരുടെ പോലും വളരെ നിർജീവമായി നിർവികാരമായി ഇങ്ങനെ നോക്കുക. ഇത് ആദ്യ ക്യാമ്പ് മുതൽ അവസാന ക്യാമ്പിൽ വരെ ഞാൻ കണ്ട കാര്യമാണ്. ഇതിനാരെങ്കിലും തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ക്യാമ്പിൽ കഴിയണമെന്ന് ആഗ്രഹിച്ചവരല്ല. അവരങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചേരും ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തും എല്ലാം നഷ്ടപ്പെടുത്തിയ ഒരു മഹാദുരന്തമായി ഉണ്ടക്കൈ ദുരന്തമായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ, ഭരണസമിതി അംഗങ്ങളുടെ 1 മാസത്തെ ഓണറേറിയം 1.5 ലക്ഷം രൂപ, ജീവനക്കാരുടെ വിഹിതമായി 1.31 ലക്ഷം, കുടുംബശ്രീ അംഗങ്ങൾ ചേർന്ന് 1 ലക്ഷം രൂപ, കതിരൂർ ഹൗസിംഗ് സൊസൈറ്റി 1 ലക്ഷം രൂപ തുടങ്ങി വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും തുക കൈമാറി. മുഹമ്മദ് റഫീഖ് ആരങ്ങോത്ത് 5 ലക്ഷം രൂപ കൈമാറി. ഓട്ടോ തൊഴിലാളികൾ, ആശാ വർക്കർമാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവരും പഞ്ചായത്ത് പരിധിയിലെ വിവിധ വായനശാലകൾ, ക്ലബ്ബുകൾ, കതിരൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ, തെരുവണത്തെരുവ് മഹാഗണപതി ക്ഷേത്രം, പുല്ലിയോട് ഈസ്റ്റ് ശ്രീനാരായണ മഠം, കാട്ടിൽ അടൂട മടപ്പുര, വേറ്റുമല മഹല്ല് കമ്മിറ്റി, വിവിധ ആരാധനാലയങ്ങൾ തുടങ്ങിയവർ ഫണ്ട് കൈമാറി. ഒരു ദിവസം കൊണ്ട് 20 ലക്ഷത്തോളം രൂപയാണ് സമാഹരിച്ചത്. ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി KV സുനിത, ജില്ലാ പഞ്ചായത്ത് അംഗം മുഹമ്മദ് അഫ്സൽ എന്നിവർ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.